ആരുന്ധാനീരുഷാന്ധി ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാതി യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തി ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതി മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹതഃ കേകയാധീശപുത്ര്യാ. പദാനുപദം. രുഷ അന്ധേ, കോപം കൊണ്ട് അന്ധനായ, ഭൃഗുകുലതിലകേ, ഭൃഗുകുലത്തിനു തിലകമായവൻ പരശുരാമൻ, അരുന്ധാനി തടഞ്ഞു നിർത്തി, സ്വതേജഃ സ്വന്തം തേജസ്സിനെ, സംക്രമയ്യ അങ്ങയിൽ പകർന്നിട്ട്, യാതേ പോയപ്പോൾ, അയോധ്യാം യാതഃ അസി അങ്ങ് അയോധ്യയിലെത്തി, കാന്തമൂർത്തേ അല്ലയോ സുന്ദരമൂർത്തേ, ത്വം ഇഹ അങ്ങ് ഇവിടെ, കാന്തയാ ഭാര്യയോടുകൂടി സീതയോടൊപ്പം, സുഖം നിവസൻ ആസീ സുഖമായി വസിച്ചു, അധ അനന്തരം, ഏകദാ ഒരിക്കൽ, ഭരതേ ശത്രുഘ്നേന ഭരതൻ ശത്രുഘ്നനോടൊപ്പം, മാതുലസ്യ അമ്മാവൻ്റെ, അധിവാസം കൊട്ടാരത്തിലേക്ക്, ഗതവതി പോയിരുന്നപ്പോൾ, താതാരബ്ധഃ അച്ഛൻ ദശരഥൻ തുടങ്ങിവച്ച, തവ അങ്ങയുടെ, അഭിഷേകഃ പട്ടാഭിഷേകം, കേകയാധീശപുത്ര്യാഃ കൈകേയിയാൽ, വിഹതഃ കില മുടക്കപ്പെട്ടു, കില പ്രസിദ്ധിയെ കുറിക്കുന്നു. വിവർത്തനം. കോപാന്ധനായി എത്തിയ പരശുരാമൻ അങ്ങയുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ തേജസ്സിനെ അങ്ങയിൽ നിക്ഷേപിച്ചിട്ടു മടങ്ങിപ്പോയി. തുടർന്ന് അയോധ്യയിലെത്തിയ അങ്ങ് സീതയോടുകൂടി കുറേക്കാലം സസുഖം താമസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭരതനും ശത്രുഘ്നനും അമ്മാവനായ കേകയ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ, ദശരഥൻ അങ്ങേയ്ക്കായി രാജ്യാഭിഷേകം തുടങ്ങി. ആ അഭിഷേകത്തെ കൈകേയി മുടക്കുവാനിടയായി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.